മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പേജ് നമ്പർ 137 ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ടല്ലേ. ആ പ്രോബ്ലം കൂടി ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് 3 റേഷ്യോസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഈ റേഷ്യോൻ്റെ ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കും കൂടി ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ആ റിമൈനിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് 2 rectangles ആർ ഇൻ ദ റേഷ്യോ 2:3. ഇൻ അനദർ റെക്റ്റാങ്കിൾ ഹൂസ് ബ്രെഡ്ത്ത് ഈസ് 1 centimeter less and length is 3 centimeters less than those of the first. This ratio is 3:4. Calculate the breadth and length of both rectangles. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ റേഷ്യോ, റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഇതാ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇത് ലെങ്ത്ത് ബ്രെഡ്ത്ത്, അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്ത് എന്ന് പറയുന്ന റേഷ്യോ 2:3 ആണ്. 2:3. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ ബ്രെഡ്ത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു 2x എന്നും ലെങ്ത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു 3x എന്നും കൊടുക്കാം. ഇൻ അനദർ റെക്റ്റാങ്കിൾ ഹൂസ് ബ്രെഡ്ത്ത് ഈസ് 1 centimeter ലെസ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 centimeter ലെസ്സാണ് മറ്റൊരു റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത്. പിന്നെ ലെങ്ത്ത് ആണെന്നുണ്ടെങ്കിലോ അത് L1 കൊടുത്തേക്കുക. കണ്ടോ, ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് L1 ഉം ഇതിന് B1 ഉം കൊടുത്തു. അപ്പോൾ ഇവിടെ L1 എന്താ പറഞ്ഞേക്കണേ? ലെങ്ത് ഈസ് 3 centimeter ലെസ് ദാൻ ദ ഫസ്റ്റ്. അപ്പോൾ ഇതിനേക്കാളും 3 centimeter ആണ് ലെസ് ദാൻ ചെയ്യാൻ പറഞ്ഞേക്കണേ. എന്നിട്ട് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 3:4 ആണ്. അപ്പോൾ ഞാൻ 2x - 1/3x - 3 ദറ്റ് ഇസ് ഈക്വൽ ടു 3/4 റേഷ്യോ. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യണു. അപ്പോൾ 4 × 2x - 1 ദറ്റ് ഇസ് ഈക്വൽ ടു 3 × 3x - 1 3x - 3. ഓക്കെ, അപ്പോൾ 8x - 4 ദറ്റ് ഇസ് ഈക്വൽ ടു 9x - 9. അപ്പോൾ ഇവിടെ നമുക്ക് 9x - 9 ദറ്റ് ഇസ് ഈക്വൽ ടു 8x - 4. അപ്പോൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 9xൽ നിന്ന് 8x. അപ്പോൾ -4 ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? +9. അപ്പോൾ നമുക്കിവിടെ നിന്ന് എത്ര എക്സാ വന്നത്? 1x. ഇവിടെ എത്രയാണ് വന്നത്? 5. അപ്പോൾ x ഈക്വൽ ടു എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാൽക്കുലേറ്റ് ദ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് 2 rectangles. അപ്പോൾ ഈ L1 എന്ന് പറയുന്നതും LB. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ Lഉം Bയും ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ L എത്രയാണ്? 3x. B എത്രയാണ്? 2x അല്ലേ? ഇവിടെ x എന്ന് പറഞ്ഞാൽ എത്ര? 5. അപ്പോൾ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 5 ദറ്റ് മീൻസ് 15. ഇത് ഈ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 × 5 ദറ്റ് മീൻസ് 10. ഈ റെക്റ്റാങ്കിളിൻ്റെ കിട്ടി. ഓക്കെ, ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ എന്താണ്? L1 ആണ്. L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 5 - 3, അതായത് 15 - 3 ദാറ്റ് മീൻസ് 12 ആണ് L1. ഇനി ഇതിൻ്റെയോ? B1 2 × 5 - 1 ദാറ്റ് മീൻസ് 10 - 1 9 ആണ് ഈ റെക്റ്റാങ്കിളിൻ്റെ. ഓക്കെ, ഇപ്പോൾ 12ഉം 9ഉം 3 ക്വാണ്ടിറ്റീസാണ് നമ്മുടെ ടോപ്പിക്. ഈ 3 ക്വാണ്ടിറ്റീസിൽ ഞാൻ AB എന്ന് പറയുന്ന ഒരു ലൈനിനെ ഞാനൊരു 11 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ 11 പോർഷനായിട്ട് 1 2 3 4 5 6 7 8 9 10 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഓട്ടോമാറ്റിക്കലി 11 ആവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഞാൻ 2 പാർട്ട് കഴിഞ്ഞിട്ട് ഇവിടെ P എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 1 2 3 4. അപ്പോൾ ഇവിടെ 1 2 3 4 5. ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? Q എന്ന് കൊടുക്കുക. അപ്പോൾ 1 2 3 4 ഇവിടെ B. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതാ AP എന്ന് പറഞ്ഞാൽ AP ഈസ് ടു PQ ഈസ് ടു QB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ 2:1 2 3 4 5 2:5 1 2 3 4 ഇങ്ങനെ എഴുതാം. ഓക്കെ, അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അതായത് AP-യുടെ ലെങ്ത്ത്, PQ-ൻ്റെ ലെങ്ത്ത്, അതേപോലെ QB-യുടെ ലെങ്ത്ത് ഒക്കെ കൂടി ആഡ് ചെയ്താൽ 2 + 5 + 4 വരും. അതായത്
9, 11 പോർഷൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതാം എ പി എന്ന് പറയുന്നത് നോക്കി ടോട്ടൽ എ ബിയുടെ എത്രയാണ് 11ൽ 2 ഭാഗമാണ് അല്ലേ. 2/11 ഓഫ് നമുക്ക് എന്തിൻ്റെ എ ബിയുടെ ആണ് എന്ന് പറയാം അല്ലേ. എ ബിയുടെ എന്താ 2 പോർഷനേ ഉള്ളൂ. അപ്പോൾ 2/11 ഓഫ് എ ബി ആണ് എ പി. ഇനി പി ക്യു ആണെങ്കിലോ പി ക്യു ദറ്റ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് എന്താ എഴുതുന്നത് 5/11 ഓഫ് എ ബി. എ ബിയുടെ കണ്ടോ 5/11 പോർഷനാണ്. ഇനി ക്യൂ ബി എന്നാൽ നമുക്കറിയാം 1, 2, 3, 4. അപ്പോൾ 4/11 ഓഫ് എ ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എഴുതുന്നത് നോക്കിയാൽ 2:5:4 ആണ് ഇതിൻ്റെ റേഷ്യോ. ഓക്കെ, നമുക്ക് എങ്ങനെ 3 റേഷ്യോസായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അതായത് പേജ് നമ്പർ 139 ഒരു വർക്കൗട്ട് എക്സാമ്പിളാണ് ഞാൻ ചെയ്യുന്നത്. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 3:5:7 ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഈസ് 45 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്? നമുക്കൊരു ട്രയാങ്കിളിൻ്റെ റേഷ്യോ തന്നിരിക്കുകയാണ് 3:5:7. ഇവിടെ ട്രയാങ്കിളിന് 3 സൈഡ്സാണ്. അപ്പോൾ നമുക്കറിയാം എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി സി. അപ്പോൾ നമുക്ക് എ ബി ഈസ് ബി സി ഈസ് എ സി ദറ്റ് ഇസ് ഈക്വൽ ടു 3:5:7. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തന്നിട്ടുണ്ട് 45 സെൻറ്റിമീറ്റർ ആണ്. അപ്പം എല്ലാം കൂടി ആഡ് ചെയ്താലാണ് കിട്ടുന്ന പെരിമീറ്റർ. ദാറ്റ് മീൻസ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് പറയുന്നതാണ് 45 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ 45ൽ എ ബി എന്നാൽ നോക്കി ഇതിന് എത്ര റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ 3+, ഞാനിവിടെ എഴുതാണ് 3+, 5+7 ദാറ്റ് മീൻസ് 15. ഓക്കെ, അതായത് 15ൽ 3 ഭാഗം എന്തിൻ്റെ 45 എന്ന് പറയുന്ന ലെങ്ത്തിൻ്റെ 3 ഭാഗമാണ് എ ബി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇതും കൂടി കട്ട് ചെയ്തു. അപ്പോൾ 5 ഇതിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം പോവും 3 ടൈംസ് പോവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോ 9, ഇതും കൂടി കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 9. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലെങ്ത്ത് 9 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് പറയാം. നോക്കി, ബി സി എത്രയാണ്? ബി സി എന്ന് പറഞ്ഞാൽ ഇതാണ് ബി സി. ബി സി ദറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് 3ഉം 5ഉം 7ഉം കൂടി ആഡ് ചെയ്ത് കിട്ടിയത് 15ആണ്. അപ്പോൾ 15ൽ ബി സി എന്ന് പറയുന്നത് രണ്ടാമത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത് കിടക്കുന്നത് ഏതാണ് 5. എന്തിൻ്റെയാണ്? ടോട്ടൽ പെരിമീറ്റർ 45ൻ്റെ ഇത്രയും ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 45ൻ്റെ ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഇതും കൂടി കട്ട് ചെയ്തു. 5ഉം 15ഉം കൂടി കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 3 ടൈംസ് കിട്ടി. ഓക്കെ, ഇനി 3ഉം ഇതും കൂടി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 1, ഇത് 5. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വന്നു ആൻസർ? 15 ആൻസർ. അപ്പോൾ ബി സി എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 15 സെൻറ്റിമീറ്ററാണ്. ഇത് 9 സെൻറ്റിമീറ്ററാണ്. ഇനി എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എ സി മൂന്നാമത് കിടക്കുന്നത് 7 എത്ര ടോട്ടൽ 15ൻ്റെ ഇൻറ്റു 45 ചെയ്യുക. ഓക്കെ, അപ്പോൾ 45 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 3 ടൈംസാണ് 5 പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ടൈംസ് പോവും. ഇതും കട്ട് ചെയ്തു, അപ്പോഴും 3 ടൈംസ് പോവും. അപ്പോൾ 21 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എ സി വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെ സൈഡും എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന സൈഡ് 9, ബി സി എന്ന് പറയുന്ന സൈഡ് 15, എ സി എന്ന് പറയുന്ന സൈഡ് 21. അപ്പം ഇത്രയും സെൻറ്റിമീറ്റേഴ്സ് വീതം വെച്ചാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി നമുക്ക് എത്ര കിട്ടും? പെരിമീറ്റർ 45 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വർക്കൗട്ട് എക്സാമ്പിളും കൂടി. ഇൻ ട്രയാങ്കിൾ എ ബി സി ദ സൈഡ്സ് എ ബി ബി സി ആർ ഇൻ ദ റേഷ്യോ 2:3 ആൻഡ് ദ സൈഡ്സ് ബി സി സി എ ആർ ഇൻ ദ റേഷ്യോ 4:5. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഓൾ 3 സൈഡ്സ് ടുഗദർ? ഓക്കെ, ഒരു ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയിൽ നമ്മളോട് പറഞ്ഞേക്കാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എ ബി ഈസ് ടു ബി സി ദാറ്റ് ഇസ് ഈക്വൽ ടു 2:3 തന്നിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടിൻ്റെ റേഷ്യോ ആണ് 2:3. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബി സി ഈസ് ടു എ സി
എന്ന് പറയുന്ന റേഷ്യോ 4:5 ആണ്. അങ്ങനെയാണെങ്കിൽ AB ഈസ് ടു BC ഈസ് ടു AC എന്താ ചെയ്യുക? ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഫൈൻഡ് ചെയ്യാം. ഒന്ന് ഓൾജിബ്ര ഉപയോഗിച്ചും ഫൈൻഡ് ചെയ്യാം, അതല്ലാതെയും ചെയ്യാം. ഞാൻ രണ്ട് രീതിയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാ നിങ്ങൾക്ക് ഈസി എന്ന് നോക്കൂ. ഞാൻ ആദ്യം ഇവിടെ എഴുതാണ് AB by BC ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എന്ന് എഴുതാം, അല്ലേ? 2/3. അപ്പോൾ AB എന്ന് പറഞ്ഞാൽ 2/3 BC. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഞാനവിടെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി ഇവിടെ നിന്ന് എഴുതുകയാണ് BC by AC ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 എന്ന് എഴുതാം. ഞാൻ ഇതിനെ മുകളിലേക്ക് നേരെ AC നേരെ തല തിരിച്ചിട്ടു. ഇതിനെങ്ങനെ പറയുന്നത്? ഇൻവേർട്ട് ചെയ്യുക, ഇൻവേർട്ടൻറ്റോ. AC by BC ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. ഇനി ഇതിനെ ഞാൻ ക്രോസ് ചെയ്തു. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ 5/4 BC ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ABയും കിട്ടി, ഇവിടുന്ന് ACയും കിട്ടി. AB എന്ന് പറയുന്നത് BCയുടെ ഇത്രയും ഭാഗം, AC എന്ന് പറയുന്നത് BCയുടെ ഇത്രയും ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പോവുക. അതായത് AB എന്ന് പറയുന്നത് 2/3 BC ആണ്, AC എന്ന് പറയുന്നത് 5/4 BC ആണ്. എങ്കിൽ ഞാൻ കണ്ടോ, ഇത് നോക്കി, ഇത് 3 ഇത് 4 സെയിം ആക്കാൻ പോവുക. അപ്പോൾ BCയുടെ ആണല്ലോ ഇത്രയും പോർഷൻ. ഞാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 12 ആയി. അപ്പോൾ ഇവിടെ 12 ആവാൻ വേണ്ടി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ആക്ച്വലി കിടന്നിരുന്നത് 2/3 5/4 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പോൾ ഈ 3യെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, വാല്യൂവിന് ചേഞ്ച് വരരുത്. അപ്പോൾ ഈ 4നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, വാല്യൂവിന് ചേഞ്ച് വരരുത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? AB ദാറ്റ് ഈസ് ഈക്വൽ ടു 8/12 ഓഫ് BC. ഓക്കെ, ഇനി നോക്കി AC. അപ്പോൾ AC ദാറ്റ് ഈസ് ഈക്വൽ ടു 15/12 ഓഫ് BC. അപ്പോൾ എല്ലാം ഒരേ ഫ്രാക്ഷനിലേക്ക് ആയില്ലേ? അപ്പോൾ എനിക്കിവിടെ നിന്ന് എന്തെഴുതാം? AB ഈസ് ടു BC ഈസ് ടു AC ദാറ്റ് ഈസ് ഈക്വൽ ടു AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആണ്, BC എന്ന് പറഞ്ഞാൽ 12 ആണ്, പിന്നെ AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. നമ്മളിതാ റേഷ്യോ എഴുതി. മനസ്സിലായോ? ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് എളുപ്പം ആണോ? മനസ്സിലായോ നിങ്ങൾക്ക് ഈ മെത്തേഡ്? ഇനി സെക്കൻഡ് മെത്തേഡ് പറയാം. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം AB എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോ മാറ്റാൻ വേണ്ടി 2x എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ BC എത്രയാണ്? 3x ആണ്. ഓക്കെ, BC 3x ആണ്. ഇവിടെ നോക്കി BC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടോ വേറെയാണ് റേഷ്യോ. അപ്പോൾ നമുക്ക് 4y എന്ന് കൊടുക്കണം. ഇവിടെ AC എന്ന് പറഞ്ഞാൽ 5y എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ BC എന്ന് പറയുന്നത് ഒരേ ട്രയാങ്കിളിൻ്റെ സൈഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് BC ദാറ്റ് ഈസ് ഈക്വൽ ടു 3x ആണ്. അത് തന്നെയാണ് 4yയും. കണ്ടോ, BC എന്ന് പറഞ്ഞാൽ 3x ആണ്, 4yയും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് y എന്താണെന്ന് കണ്ടുപിടിക്കാം. നോക്കി, 3xൻ്റെ അടുത്തേക്ക് 3x ദാറ്റ് ഈസ് ഈക്വൽ ടു 4y. അപ്പോൾ 3x/4 ദാറ്റ് ഈസ് ഈക്വൽ ടു y. y എന്ന് പറഞ്ഞാൽ 3x/4 അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റേഷ്യോ കൊടുക്കുക. AB 2x, BC 3x. ഇനി ഇവിടുത്തെ BC 4y, ശരിയാണല്ലേ? ഇവിടുത്തെ AC എന്ന് പറഞ്ഞാൽ നോക്കി 5y. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ഞാൻ ഇവനെ കൊടുക്കുക. ഓക്കെ, വൈയുടെ സ്ഥാനത്ത് AC ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 3x/4. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 15x/4 കിട്ടി. ക്ലിയർ അല്ലേ? ഇപ്പം 15x/4 കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടുന്ന് ഇനി ഓരോന്നും എഴുതുക. AB ഈസ് ടു BC ഈസ് ടു AC ദാറ്റ് ഈസ് ഈക്വൽ ടു AB എന്ന് പറഞ്ഞാൽ 2x. ഓക്കെ, BC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3x എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 4y എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതാ 3x ഉണ്ട്, എക്സിൻ്റെ വേരിയബിളിലേക്ക് കൊണ്ടുവരാം. ഇനി AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ രീതിയിലേക്ക് വന്നു, 15x/4 കിട്ടി.
അപ്പോൾ ഇതിൻ്റെ എല്ലാ റേഷ്യോസിനെയും നമുക്ക് കണ്ടോ, എക്സ് ഒക്കെ കട്ട് ചെയ്ത് കളയാലോ. എക്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2:3:15/4 വന്നു. ഫ്രാക്ഷനായിട്ട് എഴുതില്ലല്ലോ. അപ്പോൾ ഫ്രാക്ഷനായിട്ട് എഴുതാതിരിക്കാനായിട്ട് നമ്മൾ ഈ 4നെ എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോമൺ ആയിട്ട് 1/4 വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 2 ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 കണ്ടോ. ഇവിടെ 3 × 4 ചെയ്തു, അപ്പോൾ ഇവിടെ 4 ചെയ്തു, അപ്പോൾ 15/4 ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 8:12:15 ഇതായി നമ്മുടെ റേഷ്യോ. മനസ്സിലായോ? ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ റേഷ്യോസ് ഇതിനാണ് ഓൾജിബ്ര ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡാണിത്. ഇത് വെറുതെ നമ്മൾ എഴുതുന്ന മെത്തേഡാണ്. അപ്പോൾ ഇതിലേത് മെത്തേഡാണ് നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാം. രണ്ടും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. ഇതൊരു വിഷമവുമില്ല. നോക്കി, BC = 3x കണ്ടോ, ഇത് രണ്ടും സെയിം ആണ് BC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ആയാൽ വൈയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. വൈയുടെ വാല്യൂ മാത്രം നമുക്ക് ഇവിടെ 5ൻ്റെ അടുത്ത് കൊടുത്തു, പിന്നെ റേഷ്യോ എഴുതി കഴിഞ്ഞാൽ ആൻസറായി. ഇപ്പം നിങ്ങൾക്ക് എന്താണ് 3 റേഷ്യോസ് എന്ന് മനസ്സിലായില്ലേ? നമ്മൾ 2 റേഷ്യോസ് നമ്മൾ പഠിച്ചു. അതുപോലെ 2 റേഷ്യോസിൽ റേഷ്യോ ഇൻക്രീസ് ചെയ്ത് വരുന്നാൽ ഓൾറെഡി റേഷ്യോയ്ക്ക് വരുന്ന ചേഞ്ചസിനെ കുറിച്ചുമാണ് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ 3 സൈഡ്സ് ഉണ്ട്. ആ 3 സൈഡ്സിൻ്റെ റേഷ്യോ ഇപ്പോൾ AB:BC:AC, ഈ റേഷ്യോസ് എങ്ങനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പറയാം അല്ലേ? അതിന് 2 മെത്തേഡിലും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഓൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, കൂടാതെ ഇതിൻ്റെ ഇത്ര പാർട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.